തലക്കെട്ടുകളിലേക്ക് കടക്കും മുമ്പ് KPCC അധ്യക്ഷൻ കെ സുധാകരൻ കണ്ണൂർ കൊലപാതകത്തിൽ പ്രതികരിക്കുന്നു. കേരളം ഈ അടുത്ത നാളായി കേരളത്തിലെ സ്ഥിതി എന്താണ്? എത്ര കൊലപാതകങ്ങളാണ്? മനസ്സ് മരവിച്ചു പോകുന്ന എത്ര കൊലപാതകങ്ങൾ! പിഞ്ചു കുട്ടികൾ മുതൽ വെട്ടിയെടുത്ത കാലുമായി ബൈക്കിൽ യാത്ര ചെയ്ത് ജനങ്ങളെ മുൻപിൽ വലിച്ചെറിഞ്ഞു പോകുന്ന ഗുണ്ടകൾ, കൊന്നവനെ എടുത്തു പേറി പോലീസ് സ്റ്റേഷൻ്റെ മുൻപിൽ കൊണ്ടുവന്നിട്ട് പോലീസിനെ വെല്ലുവിളിക്കുന്ന കൊലയാളികൾ മറ്റൊരു വശത്ത്, ചെറിയ കുട്ടികൾ 4 വയസ്സ് മുതലുള്ള കുട്ടികൾ കൊല്ലപ്പെടുന്ന, ഇത്രയേറെ കൊലപാതകങ്ങൾ നടക്കുന്ന ഒരു സംസ്ഥാന ഭിത്തിയിൽ മറ്റൊന്നില്ല. ഇതിൻ്റെ എല്ലാം പിറകിൽ ലഹരിയാണ്. കോളേജ് കാമ്പസുകളൊക്കെ ലഹരി കൈയടക്കുകയാണ്. അതിനെ നിയന്ത്രിക്കാനുള്ള ഒരു നടപടിയും സർക്കാരിൻ്റെ ഭാഗത്തില്ല. ഗുണ്ടകളെ നിയന്ത്രിക്കാൻ ഇവിടെ പോലീസില്ല. പോലീസ് സംവിധാനം കുത്തഴിഞ്ഞ പോലീസ് സംവിധാനമാണ്. അക്രമികൾക്ക് സംരക്ഷണം കൊടുക്കുന്ന പോലീസാണ് കേരളത്തിലെ പോലീസ്. തെറ്റ് ചെയ്തവനെയല്ല ശിക്ഷിക്കുന്നത്. തെറ്റിന് വിധേയനാകുന്ന, തെറ്റിൻ്റെ ഇരയാവുന്ന ആളുകളെ വീടുകളിൽ കയറി ചെന്ന് അവരെ ആക്രമിക്കുന്ന പോലീസ് നയം കേരളത്തിൽ പിണറായി വിജയൻ്റെ പോലീസിനെ ഉണ്ടായിട്ടുള്ളൂ. ഇവിടെ പോലീസ് സംവിധാനമില്ല. ക്രമസമാധാനം പാലിക്കാൻ പോലീസ് സംവിധാനമില്ലാത്തൊരു നാടായി, അനാഥത്വത്തിൻ്റെ വിളനിലമായി നമ്മുടെ സംസ്ഥാനം മാറുകയാണ്. ലഹരി നിയന്ത്രിക്കാൻ ഇവിടെ ആരുമില്ല. ഒരു ഡിപ്പാർട്ട്മെൻറ്റും ലഹരി പരിശോധിക്കുന്നില്ല. കോളേജ് ക്യാമ്പസിൽ കുട്ടികളെ മുഴുവൻ ലഹരിക്ക് വിധേയരായിക്കൊണ്ടിരിക്കുന്നു. ഓരോ സ്കൂളിലും ഓരോ കോളേജിലും ഇത് വളർന്നു വരികയാണ്. രക്ഷിതാക്കൾക്ക് മക്കളോട് സംസാരിക്കാൻ പോലും ഭയമാണിപ്പോൾ. ഈ ഭയാശങ്കത, ഒരു സുരക്ഷിതത്വമില്ലാത്ത ഒരവസ്ഥ, ഒരു സാഹചര്യം കേരളത്തിൽ ഉണ്ടായിരിക്കുന്നത് ഈ സംസ്ഥാന സർക്കാരിൻ്റെ തെറ്റായ പോലീസ് നയമാണ്. പോലീസുകാർക്ക് പ്രവർത്തിക്കാനുള്ള കരുത്ത് പകരുന്നതിന് പകരം പോലീസുകാരെ നിസ്സഹായരാക്കുന്ന നയങ്ങളാണ് ഓരോ വിഷയത്തിലും ഗവൺമെൻറ് കൈക്കൊള്ളുന്നത്. നീതിപൂർവകമായി പ്രവർത്തിക്കാൻ പോലീസുകാർക്ക് അവസരം കൊടുക്കാൻ ഈ ഗവൺമെൻറ് തയ്യാറില്ല. അവരാൽ നിയന്ത്രിക്കപ്പെടുന്ന പോലീസും പോലീസ് സംവിധാനവുമാണ് കേരളത്തിൽ. അതുകൊണ്ട് തന്നെ പോലീസ് സംവിധാനം ഏറ്റവും ദൗർബല്യമുള്ള ഒരു സംസ്ഥാനമായി ഈ നാട് മാറിയിട്ടുണ്ട്. പോലീസിൻ്റെ കഴിവില്ലായ്മയും പോലീസിൻ്റെ ഈ ദൗർബല്യവും, പ്രവർത്തിക്കാൻ സ്വാതന്ത്ര്യമില്ലാത്ത പോലീസിൻ്റെ സാഹചര്യങ്ങളുമാണ് ഈ അക്രമത്തിന് ഏറ്റവും പ്രോത്സാഹജനകമായ സാഹചര്യം ഒരുക്കുന്നത് എന്നതാണ് KPCCയെ സംബന്ധിച്ചിടത്തോളം, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് പറയാനുള്ളത്. KPCC അധ്യക്ഷൻ കെ സുധാകരന്റെ പ്രതികരണമാണ് കേട്ടത്. പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള വീഴ്ചയെ അദ്ദേഹം രൂക്ഷമായി വിമർശിക്കുകയായിരുന്നു.